രാഹുൽ ഗാന്ധിയുടെ ഓരോ ചലനങ്ങളും RSS അടക്കമുള്ള NDA പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട്. മോദി ഭരണത്തിലെ ചെയ്തികൾക്കെതിരെ നാവുകൊണ്ടാണ് രാഹുൽ പോരാടുന്നത്. അതുകൊണ്ട് തന്നെ മോദി അടക്കമുള്ള നേതാക്കൾ ഭയത്തിലുമാണ്. ഇപ്പോഴിതാ ഈ ഭയം മൂലം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിനെതിരെ RSS കാലിത്തുള്ളി രംഗത്തു വന്നിരിക്കുകയാണ്. ഹിന്ദുത്വത്തെ രാഹുൽ ഗാന്ധി അക്രമവുമായി ബന്ധിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഹിന്ദുത്വം ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണെന്നും മുതിർന്ന RSS നേതാവ് സുനിൽ അംബേദ്കർ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഹിന്ദുത്വത്തെ അക്രമവുമായി ബന്ധിപ്പിക്കുന്ന ആളുകൾ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് നിർഭാഗ്യകരമാണ്. സ്വാമി വിവേകാനന്ദന്റെയോ മഹാത്മാഗാന്ധിയുടെയോ ഹിന്ദുത്വമാകട്ടെ, എന്ത് തന്നെയായാലും അത് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണെന്നാണ് നേതാവ് ആഞ്ഞടിച്ചത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇന്ത്യ എന്ന ആശയത്തിന് നേരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തുനിന്ന ആളുകൾ എന്നിവയ്ക്ക് നേരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തങ്ങളിൽ പലരും വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു എന്നും ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭയമില്ലായ്മയുടെ അടയാളമായ അഭയമുദ്ര കോൺഗ്രസിന്റെ പ്രതീകമാണ് എന്നും, എന്നാൽ സ്വയം ഹിന്ദുവെന്ന് വിളിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ അക്രമത്തെ ഏതെങ്കിലും മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ രാഹുൽ മാപ്പു പറയണമെന്നും ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തു വന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിഹസിച്ചു. എന്നാൽ BJP എന്നാൽ ഹിന്ദു സമൂഹം എന്നല്ല അർത്ഥമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്നത് മുഴുവൻ ഹിന്ദുവിനെയല്ല. പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ അഭിവാദ്യം ചെയ്യാൻ മന്ത്രിമാർക്ക് ഭയമാണ്. രാപ്പകൽ മുഴുവൻ അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്ന സംഘപരിവാർ നേതാക്കൾ ഹിന്ദുക്കളല്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ അഗ്നിവീർ, കർഷക പ്രതിഷേധം, മണിപ്പൂർ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ രാഹുൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അഗ്നിവീറിന് കീഴിലുള്ള സൈനികരെ യൂസ് ആൻഡ് ത്രോ എന്ന നിലയിലാണ് സർക്കാർ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അഗ്നിവീർ സൈന്യത്തിൽ ചേർന്ന യുവാവ് വീരമൃത്യു വരിച്ചാൽ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും അവരുടെ കുടുംബത്തിന് ലഭിക്കില്ല. തങ്ങൾ അധികാരത്തിലേറിയാൽ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്നും രാഹുൽ എടുത്തു പറഞ്ഞു. മണിപ്പൂരിൽ മോദി ഒരിക്കൽ പോലും കലാപത്തിന് ശേഷം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് മണിപ്പൂർ ഒരു സംസ്ഥാനമല്ല. മണിപ്പൂരിൽ എത്രയും പെട്ടെന്നുള്ള സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണം. കലാപം ബാധിക്കപ്പെട്ടവർക്കായി ആശ്വാസ നടപടികൾ കൈക്കൊള്ളണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മണിപ്പൂർ വിഷയത്തിൽ ഇടപെടില്ലെന്ന കടുത്ത വാശിയിൽ തന്നെയാണ് നരേന്ദ്രമോദി. ഈ വിഷയം ഒരുപക്ഷെ വരുന്ന തിരഞ്ഞെടുപ്പിൽ മോദി യുഗം തന്നെ ഇല്ലാതാവാൻ കാരണമായേക്കാം.